ഒരു ഫാമിലിയിൽ നടന്ന എല്ലാവരെയും ഞെട്ടിച്ച പ്രേതമാലാഖയുടെ കഥ. വർഷങ്ങൾക്ക് മുമ്പ് ഹോളണ്ടിൽ നടന്നൊരു കഥയാണ്. ബിസിനസ് ആവശ്യങ്ങൾക്കായി വില്യം ക്ലാര ദമ്പതികൾ തങ്ങളുടെ 2 കുട്ടികളെ അവരുടെ വിശ്വസ്തയായ ഒരു ജോലിക്കാരിയെ ഏൽപ്പിച്ച് വീട്ടിൽ നിന്നും മടങ്ങി. മുൻപും ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ അവർ കുട്ടികളെ ഏൽപ്പിക്കുന്നത് ഇതേ ജോലിക്കാരുടെ കൈകളിലായിരുന്നു. രാത്രിയിലെ ഭക്ഷണവും മറ്റും കഴിഞ്ഞ് അധിക നേരം അവരെ ടിവിക്ക് മുന്നിലിരുത്താതെ ജോലിക്കാരി അവരോട് പോയി കിടന്നുറങ്ങുവാൻ നിർദ്ദേശിച്ചു. എന്നാൽ കുട്ടികൾക്ക് കുറച്ചു നേരം കൂടി കാണണമെന്ന് വാശി പിടിച്ചു. എന്നാൽ ആ വാശിയെ വിസമ്മതിച്ചുകൊണ്ട് ജോലിക്കാരി അവരെ മുറിയിലേക്ക് അയച്ചു. കുറച്ചു നേരത്തിന് ശേഷം ജോലിക്കാരി അവരുടെ മുറിയിലേക്കും പോയി. സമയം ഏതാണ്ട് അർദ്ധരാത്രി. വിസിറ്റിംഗ് റൂമിൽ ടിവിയുടെ ശബ്ദം കേട്ടാണ് ജോലിക്കാരി ഉണർന്നത്. മുറിയിൽ നിന്ന് പുറത്തു വന്ന അവർ കാണുന്നത് കുട്ടികളിൽ ഒരാൾ ടിവിക്ക് മുന്നിൽ ഇരിപ്പുണ്ട്. പക്ഷേ പുറത്തെ ജനാലയിലേക്ക് നോക്കി എന്തോ കണ്ട് പേടിച്ച പോലെയാണ് അവനിരിക്കുന്നത്. ജോലിക്കാരി അവൻ്റെ അടുത്തേക്ക് വന്ന് തട്ടി വിളിച്ചപ്പോൾ അവൻ പറഞ്ഞത് പുറത്ത് ജനലിനരികിൽ ഒരു രൂപം അവനെ തുറച്ചു നോക്കുന്നു എന്നാണ്. പുറത്തേക്ക് നോക്കിയ ജോലിക്കാരിയും കണ്ടത് അവൻ പറഞ്ഞ പോലെ ഒരു രൂപം അവിടെ നിൽക്കുന്നതാണ്. പക്ഷേ സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി അതൊരു മാലാഖയുടെ പ്രതിമയാണെന്ന്. പക്ഷേ പ്രതിമയുടെ കണ്ണുകൾ അവരെ തുറച്ചു നോക്കുന്ന രീതിയിലായിരുന്നു. പ്രതിമയെ ഇരുട്ടിൽ കണ്ടപ്പോൾ പേടി തോന്നിയതാണെന്നും പറഞ്ഞ് അവൾ അവനെ തിരികെ മുറിയിലേക്ക് അയച്ചു. ശേഷം അവളുടെ മുറിയിലേക്ക് പോയി അവൾ കിടക്കാനൊരുങ്ങുമ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത്. കുട്ടികളുടെ അച്ഛൻ അവരുടെ വിവരങ്ങൾ അന്വേഷിക്കാനായി വിളിച്ചതാണ്. അവർ കുഴപ്പങ്ങളൊന്നുമില്ലാതെ സുഖമായി ഉറങ്ങുകയാണെന്നും ഇടയ്ക്ക് മകൻ പ്രതിമ കണ്ട് പേടിച്ചതും ഇനിയും ഉണർന്ന് അവൻ പേടിക്കാതിരിക്കാൻ പ്രതിമയെ എന്തെങ്കിലും തുണി കൊണ്ട് മറിക്കട്ടെ എന്നുമുള്ള അനുവാദവും അവൾ ചോദിച്ചു. ഒരു നിമിഷം നിശബ്ദനായ ശേഷം അദ്ദേഹം ഭീതിയോടെ പറഞ്ഞു, ഉടനെ കുട്ടികളെ കൊണ്ട് പുറത്തിറങ്ങുക. പോലീസിന് ഞാൻ വിവരം അറിയിക്കാം. കാരണം അത്തരത്തിലൊരു പ്രതിമ ഞങ്ങൾക്ക് അവിടില്ല. സമയം കളയാതെ ജോലിക്കാരി കുട്ടികളുടെ മുറിയിലേക്ക് ഓടി. അവരെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കണ്ടത് ആ പ്രതിമ അവളുടെ മുറിയിൽ നിൽക്കുന്നു. കുട്ടികളെയും കൊണ്ട് അടുക്കളവാതിൽ തുറന്ന് പുറത്തു വന്ന അവർ വീടിന്റെ പുറകിലുണ്ടായിരുന്ന കാടിനുള്ളിലേക്ക് ഓടിക്കേറി. എന്നാൽ അതിശയമെന്ന് പറയട്ടെ, പോലീസും മറ്റും തിരഞ്ഞിട്ടും പ്രതിമയോ ജോലിക്കാരിയോ കുട്ടികളെയോ പറ്റി ഇന്നുവരെ ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെടുത്തി BCC പ്ലാറ്റ്ഫോമിൽ ഒരു സീരീസ് തന്നെ ഇറക്കിയിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.